Hello everyone. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 15 മിനിറ്റ് സിമ്പിൾ ഹോം വർക്കൗട്ട് ആണ്. ഈ ഒരു വർക്കൗട്ടിന് വേണ്ടി നിങ്ങൾക്ക് ഒരു എക്യുപ്മെന്റ് ആവശ്യമില്ല. ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ ബിഗിനർ ലെവലിലുള്ള ഹോം വർക്കൗട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് 15 മിനിറ്റ്സിൽ നല്ല എനർജൈസ്ഡ് ആവണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റുട്ടീൻ. ഇനി വർക്കൗട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാൻ ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ ട്രെയിനർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസോ ഇഞ്ചുറീസോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു ഫിറ്റ്നസ് ട്രെയിനറോട് സംസാരിച്ചിട്ട് വേണം ഈ ഒരു വർക്കൗട്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി. ഓൾസോ ഓരോ വർക്കൗട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ അതിന്റെ ഫോമും കാര്യങ്ങളും ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ പേര് യൂട്യൂബിൽ അടിച്ച് നോക്കി പ്രോപ്പറായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എവിടെയും പെയിൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പം തന്നെ നിർത്തണം. അപ്പോൾ നേരെ നമുക്ക് വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്കൗട്ടിൽ ആക്ച്വൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള വാമപ്പ് ചെയ്യണം. അപ്പോൾ വാമപ്പ് ടൈമർ വെച്ചിട്ട് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വിടാം. ഫസ്റ്റ് വാമപ്പ് എക്സസൈസ് ആണ് മാർച്ച് ഇൻ പ്ലേസ്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഈ രീതിയിൽ നിന്ന് ജസ്റ്റ് നീസ് മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. കൈ നിങ്ങൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. മാർച്ചാണ് ചെയ്യുന്നത് ബേസിക്കലി, പക്ഷെ നിന്ന സ്ഥലത്ത് തന്നെ. അടുത്ത വാമപ്പ് എക്സസൈസ് ആണ് ആം സർക്കിൾസ്. ടൈമർ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഷോൾഡർ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. അടുത്ത വാമപ്പാണ് ടോർസോ ടെസ്റ്റ്. ടൈമർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഈ കൈ ഇങ്ങനെ വെച്ച് ടോർസോ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് ഒന്ന് റേസ് ചെയ്യാൻ നോക്കാം. ഈ കൈൻ്റെ പൊസിഷൻ നിങ്ങൾ ഇങ്ങനെ വെക്കണം നിർബന്ധമില്ല. വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ്. ബേസിക് ഉദ്ദേശം മാക്സിമം ബാക്കിനും സ്പൈനിനും സ്ട്രെച്ച് കിട്ടുകയാണ്. വാമപ്പിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ലൈറ്റ് ജോഗാണ്. അപ്പോൾ ഈ ലൈറ്റ് ജോഗ് നിങ്ങൾക്ക് 30 സെക്കൻഡിലേക്ക് വേണമെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ആ ഒരു സ്പേസിൽ ജോഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് നേരെ എക്സസൈസിൽ കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ലോവർ ബോഡി എക്സസൈസ് പ്ലസ് കാർഡിയോ ആണ്. അപ്പോൾ എന്ത് എക്സസൈസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസും ചെയ്യും, ലാസ്റ്റ് നമ്മളൊരു കാർഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലോവർ ബോഡിക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്ക്വാട്ട്സ് ആണ്. അപ്പോൾ സ്ക്വാട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെഗ്സ് നിങ്ങളുടെ കംഫർട്ടബിൾ ആയുള്ള രീതിയിൽ ഒന്ന് വിടർത്തി വെക്കുക. എന്നിട്ട് മെല്ലെ ബോഡി ലോവർ ചെയ്യുക. ഇപ്പോൾ ലോവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിൽ ഇൻവിസിബിൾ ചെയറിലേക്ക് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്യാൻ നോക്കുക. ഈ കൈ വേണം നിങ്ങൾക്ക് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുന്നത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ മെല്ലെ ലോവർ ചെയ്യുക. ഈ ലോവർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യാൻ നോക്കാം, മുകളിലേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് താഴെ പോകാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്രത്തോളം മതി. മെല്ലെ മെല്ലെ അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കാം. പിന്നെ പെയിൻ ഉണ്ടാവും ചിലപ്പോൾ. ആദ്യം ഓവർ പെയിൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിൽക്കുക. ഒരു എക്സസൈസ് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് എക്സസൈസിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു 15 സെക്കൻഡ് റെസ്റ്റ് ഉണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത എക്സസൈസ് കാണിച്ചു തരാം. അതിൻ്റെ പേരാണ് ഓൾട്ടർനേറ്റിംഗ് ലഞ്ചസ്. ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇത് കാല് മെല്ലെ ഒന്ന് വിട്ടിർത്തുക, ഓൾട്ടർനേറ്റ് ചെയ്യാം. ബേസിക് ഐഡിയാസ്, മുട്ട് കുറേ മുന്നോട്ട് പോകണ്ട. ഇത് പാരലായിട്ട് നിൽക്കുക ഗ്രൗണ്ടിനോട്. പാരലായിട്ട് തൈസാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെല്ലെ ലോവർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ബ്രീത്ത് ചെയ്യണം എന്നുള്ള കാര്യം മറക്കരുത്. താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഇൻ, മുകളിലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓവർ എന്ത് ചെയ്യരുത്, മുന്നോട്ടായി പോകരുത്, ഓവർ ബാക്കോട്ടായി പോകരുത്. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ഓക്കെ, പക്ഷേ ദിസ് ഇസ് നോട്ട് ഓക്കെ, ദിസ് ഇസ് ഓൾസോ നോട്ട് ഓക്കെ.
നിങ്ങൾക്കിത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡമ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിച്ചാക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പഞ്ചസാര ചാക്കോ വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും 50 സെക്കൻഡ്സ് റെസ്റ്റ് ആണ്. അപ്പോൾ അടുത്ത എക്സസൈസ് ജമ്പിങ് ജാക്സ് ആണ്. ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാലിങ്ങനെ ആക്കുക, ആ സമയം തന്നെ നിങ്ങൾ കൈ മുകളിലേക്ക് ആക്കുക. വീണ്ടും കാലിങ്ങനെ ആക്കുന്ന സമയം കൈ താഴേക്ക് വരണം. ഇത് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യം ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മാത്രമല്ല ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് കൈ ഇത്രയും ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്താലും ഇറ്റ് ഈസ് ഓക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം കാല് ഓവർ സ്ട്രെച്ച് ചെയ്യരുത്, വളരെ കുറവാകരുത്. ഇത് മിഡ് ലെവലിൽ ഇഞ്ചുറി വരാത്ത രീതിയിൽ ചെയ്താൽ മതി ബേസിക്കലി. ഇനി ഈ സ്പീഡ് ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ഈ രീതിയിൽ ചെയ്താലും ഇറ്റ് ഈസ് ഓക്കെ. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് ഇങ്ങനെ റൈസ് ചെയ്യുന്ന ഫീൽ ചെയ്യായിരിക്കും. ബേസിക് ഗോൾ അത് തന്നെയാണ്, കാർഡിയോ എക്സസൈസ് ആണ്. അപ്പോൾ അടുത്ത റെസ്റ്റ് സമയത്ത് നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് കിടക്കാം. ഇതിനി മെല്ലെ മെല്ലെ നമ്മൾ അപ്പർ ബോഡി എക്സസൈസിലേക്ക് കിടക്കാൻ പോവാണ്. ഇതിൽ ഫസ്റ്റ് പുഷപ്പാണ് ചെയ്യാൻ പോകുന്നത്. പുഷപ്പ് ബേസിക്കായിട്ട് ഈ രീതി ചെയ്താൽ മതി. പക്ഷേ ബിഗിനേഴ്സാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നീ പുഷപ്പ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്, അല്ല അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ വോൾ പുഷപ്പ് ചെയ്താലും മതി. എന്താണെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോപ്പർ പുഷപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുഷപ്പ് ചെയ്യുമ്പോഴും ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ബോഡിയാണ് താഴേക്ക് പോകേണ്ടത്. ബോഡി മുകളിലേക്ക് വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഈ താഴ്ഭാഗം ഇങ്ങനെ താഴേക്ക് പോയിട്ട് മാത്രം കാര്യമില്ല. ചിലവർ അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നേരെ മറിച്ച് തല ഇങ്ങനെ താഴേക്ക് പോയിട്ടും കാര്യമില്ല. മൊത്തം ബോഡി ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് പെർഫെക്ഷൻ നോക്കണ്ട. ബേസിക്കായിട്ട് ചെയ്യുക, ഓരോ ദിവസം ഓരോന്ന് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അടുത്ത അപ്പർ ബോഡി വർക്കൗട്ടാണ് ട്രൈസെപ്പ് ഡിപ്സ്. സിമ്പിളായിട്ട് ചെയ്യാം. ഒരു ചെയർ നിങ്ങൾക്ക് വേണ്ടി വരും. ഒരു ചെയറോ അല്ലെങ്കിൽ സോഫയോ അങ്ങനെ എന്തെങ്കിലും മതി. മാക്സിമം കുഷൻ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ നന്നായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് കൈ ഈ രീതിയിൽ ഒരു വിഡ്ത്തിൽ വെക്കുക, എന്നിട്ട് മെല്ലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി നമുക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആദ്യം ഇത്രയും ഡിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദിസ് ഇസ് ഓൾസോ ഓക്കെ. ഇത്രയാണെങ്കിലും മതി. മെല്ലെ മെല്ലെ കംഫർട്ടബിൾ ആകുമ്പോൾ മാക്സിമം ഡിപ്പ് ചെയ്യാൻ നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബാക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓവർ മുന്നോട്ടോ ബാക്കോട്ടോ പോകണ്ട. ഇതിൽ ഏതെങ്കിലും എക്സസൈസ് നിങ്ങൾക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. 5 സെക്കൻഡ് ആണെങ്കിലും 10 സെക്കൻഡ് ആണെങ്കിലും ഓക്കെ. അടുത്ത വർക്കൗട്ടാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാർഡിയോ എക്സസൈസ് ആണ്. കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് മെല്ലെ ലെഗ്സ് ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. പറ്റുന്ന അത്രയും മതി, സ്ലോ ആയിട്ട് ചെയ്താൽ മതി. വീണ്ടും ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട സ്പീഡിലും ചെയ്യാം. അതാണ് ശരിക്കും അഡ്വാൻസ് പൊസിഷൻ ഈ രീതിയിൽ. പക്ഷേ ആദ്യം തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മടുക്കും. ഓൾസോ ഇത് ഫുൾ ടൈം ചെയ്യണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ 30 സെക്കൻഡ് നമ്മൾ വെച്ചെങ്കിലും ഇനീഷ്യലൊക്കെ ചെയ്യുമ്പോൾ 5 സെക്കൻഡ് ആണെങ്കിലും ഈവൻ 10 സെക്കൻഡ് ആണെങ്കിലും ഇറ്റ് ഇസ് ഓക്കെ. ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. ഞാൻ മറക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർ എക്സസൈസ് ആണ്. അപ്പോൾ കോറിന് വേണ്ടിയുള്ള ഫസ്റ്റ് എക്സസൈസ് ആണ് പ്ലാങ്ക്. സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ രീതിയിൽ നിങ്ങൾ കിടക്കുക, എന്നിട്ട് നിങ്ങളുടെ ഹിപ്സ് മെല്ലെ ഡൗൺ ആക്കുക. ഭയങ്കര പൊന്നി വെക്കണ്ട, മെല്ലെ ഡൗൺ ആക്കുക. കൈ എങ്ങനെ വേണേൽ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, എന്ത് വേണം വെക്കാം. കൈ മാക്സിമം ഷോൾഡറിൻ്റെ നേരെ ലെവലിൽ വെക്കാൻ നോക്കുക. ഇങ്ങനെ കുറേ മുന്നോട്ട് പോകണ്ട. ഇതിങ്ങനെ വെറുതെ നിന്നാൽ മതി, ഒന്നും ചെയ്യണ്ട. ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 5 സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓക്കെ. അപ്പം നിർത്തുക. മെല്ലെ മെല്ലെ ടൈം എപ്പോഴും കൂട്ടാൻ പറ്റും. ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. ഓവർ പൊന്തിയും പോകരുത് കേട്ടോ. ഓവർ താഴവും വേണ്ട. ഈ ഒരു ലെവലിൽ. ഇനി നമ്മൾ ലാസ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ പോലും ഇതിൻ്റെ പകുതി പോലും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. ലാസ്റ്റ് എക്സസൈസ് ലെഗ് റേസ് ആണ്. ഓൾസോ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്താണ് നെക്സ്റ്റ് വേണ്ടതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ലെഗ് റേസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിക്കാം. അപ്പോൾ ലെഗ് റേസ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് കാലും എല്ലാം ഇങ്ങനെ നേരെ സ്ട്രെച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പൊക്കുക. പറ്റുന്ന അത്രയും മതി. താഴെ വരെ മുട്ടിക്കണം എന്നില്ല, മുകളിലേക്ക് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ,
ബ്രീത്ത് ഔട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാല് സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കാല് കുറച്ച് മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാലും ഓക്കെ. ബേസിക് ആ മൂവ്മെൻറ്റ് ഒന്ന് കംഫർട്ടബിൾ ആവാമെന്നാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതിൻ്റെ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കാല് മാക്സിമം ഇങ്ങനെ പൊക്കാൻ പറ്റണം. പക്ഷെ അതിപ്പോൾ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇഞ്ചറീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ 15 മിനിറ്റ് ഹോം വർക്കൗട്ട് വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി ഇതിൽ ഏതെങ്കിലും എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ പെയിൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സസൈസിൻ്റെ ഫോമും കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലേസ്മെൻ്റ് ആയി ചെയ്യാവുന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ പോയിന്റ് 100% കറക്റ്റ് ഫോം കിട്ടുകയോ അല്ലെങ്കിൽ മാക്സിമം ടൈം ഭയങ്കര ടൈം വലിയ ഡമ്പറൊക്കെ എടുത്ത് വെയിറ്റ് ഒക്കെ എടുത്ത് ചെയ്യുകയല്ല. കൺസിസ്റ്റൻ്റ്ലി എല്ലാ ദിവസവും ഒരു 15-10 മിനിറ്റ് ഇത് ചെയ്യാമെന്നാണ് ഇതിൻ്റെ പോയിന്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങളുടെ ഓവറോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ് ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല മെല്ലെ നിങ്ങൾക്ക് എക്സസൈസിൻ്റെ ഫോമും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ സമയവും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാ ദിവസവും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ വൺസ് അഗൈൻ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടാൻ മറക്കണ്ട. നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.